ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഇവിടെ ഇതുവരെ നടന്ന പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏക സിവിൽ കോഡ് എന്നൊരു വിഷയമൊന്നും പെട്ടെന്ന് വരാൻ പോകുന്നില്ല. അത് നടപ്പിലാക്കാനൊന്നും നമ്മുടെ രാജ്യത്തിന് സാധ്യവുമല്ല. പിന്നെ എന്തൊക്കെ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പരിശുദ്ധ യാ അയ്യുഹൻ നബിയ്യു ഇദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദ വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂതിഹിന്ന വലാ യഖ്റുജ്ന ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിന വതിൽക ഹുദൂദുല്ലാഹ് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ. ഇങ്ങനെ തുടങ്ങിയുള്ള സൂറത്തു തലാഖിലെ ആയത്തുകളാണ് ഈ വിഷയവുമായി പരിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ അവസാനത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെ അതിനെ അവലംബിച്ചുകൊണ്ടേ ഈ വിഷയത്തിൽ എന്ത് തീരുമാനവും പറയാൻ കഴിയുകയുള്ളൂ. ഈ ആയത്തിന്റെ താല്പര്യം എന്താണ്? ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചെല്ലുമ്പോൾ അവരുടെ ഇദ്ദക്ക് പറ്റുന്ന വിധത്തിൽ തുഹറിൽ ശുദ്ധിയുള്ള സമയത്ത് അവരുടെ ഇദ്ദയെ എണ്ണിക്കണക്കാക്കി കൃത്യമായ ആ രൂപത്തിൽ മാത്രമേ നിങ്ങൾ തലാഖ് ചെല്ലാവൂ. അതിനൊരു കൃത്യമായ രൂപമുണ്ട്, ആ രൂപത്തിലേ നിങ്ങൾ തലാഖ് ചെല്ലാവൂ. അങ്ങനെ ചെല്ലി വഹ്സുൽ ഇദ്ദ, അവരുടെ ഇദ്ദയുടെ എണ്ണം, ദിവസത്തിന്റെ എണ്ണം കൃത്യമായി നിങ്ങൾ കണക്ക് കൂട്ടണം. കാരണം ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറാ. പിന്നീട് തിരിച്ചെടുക്കാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവാലോ, അള്ളാഹു ഇവരുടെ മനസ്സിന് വ്യത്യാസം ഉണ്ടാക്കാലോ, മാനസികമായി അവരുടെ അകൽച്ച ഇല്ലായ്മ ചെയ്ത് വീണ്ടെടുക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അത് ഇദ്ദ കഴിയുന്നതിന് മുമ്പായിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ ഇദ്ദ വളരെ കൃത്യമായി അത് എണ്ണിക്കണക്കാക്കണം, തിട്ടപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ് തലാഖ് ചെല്ലേണ്ടത്. അതാണ് അതിന്റെ രൂപം. അഥവാ മറിച്ചൊരാൾ ചെയ്താലോ, തിൽക ഹുദൂദുല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിലാണ് വളരെ തന്ത്രപരമായി ഇവിടുത്തെ വൈവാഹിക ജീവിതം അന്തസ്സോടെ സുഗമമായി കൊണ്ടുപോകാനുള്ള യുക്തി ഈ രൂപത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. വതിൽക ഹുദൂദുല്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ. ഇനി വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ഈ നിയമങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ, ഈ നിയമങ്ങൾ ആരെങ്കിലും ലംഘിച്ച് ഒന്നായി തലാഖ് ചെല്ലിയാൽ, അല്ലെങ്കിൽ ഹൈള് സമയത്ത് തലാഖ് ചെല്ലിയാൽ, അങ്ങനെ തലാഖിന്റെ ആ അംഗീകൃത രൂപമല്ലാത്ത, വേണ്ടപ്പെട്ട കൃത്യമായ രൂപം, ഏറ്റവും നല്ല രൂപമല്ലാത്ത മറ്റൊരു രൂപത്തിൽ അവൻ തലാഖ് ചെല്ലിയാൽ തലാഖ് സംഭവിക്കുമോ ഇല്ലയോ? കൃത്യമായി ഖുർആൻ പറയുന്നു സംഭവിക്കും. ഫഖദ് ളലമ നഫ്സഹു, അവൻ തന്റെ ശരീരത്തെ ആക്രമിച്ചു, അവൻ തന്നോട് തന്നെ തെറ്റ് ചെയ്തു. തലാഖ് സംഭവിക്കില്ലെങ്കിൽ പിന്നെന്താ ളുൽമ അവിടെ സംഭവിക്കുന്നത്? ഒരു 3 തലാഖ് ചൊല്ലി ഏറ്റവും കുരുത്തക്കേട് ചെയ്താൽ ഓന് തലാഖ് സംഭവിക്കുള്ളൂ. ഓനല്ല സുഖ. ഫഖദ് ളലമ നഫ്സഹു, ഒരു ളുൽമും ചെയ്തിട്ടില്ല. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. 3 തലാഖ് ചെയ്താൽ ഫഖദ് ളലമ നഫ്സഹു, അവന്റെ നഫ്സിനെ അവൻ ആക്രമിച്ചു, അവൻ വേണ്ടാത്തത് ചെയ്തു. അതുകൊണ്ട് അതിന്റെ തിക്തഫലം അവൻ അനുഭവിച്ചു കൊള്ളണം. 3 തലാഖ് ചൊല്ലിയാൽ പിന്നെ വീണ്ടും ഒരു മാനസാന്തരം ഉണ്ടായാൽ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന ആ തീരുമാനം, ആ നിയമം നടപ്പിലാക്കണം. അങ്ങനെയാണ് ആ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് വന്നുകൊണ്ട്, ഞാൻ എന്റെ ഭാര്യയെ 100 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു. ഒരാള് 100 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു അത് 3 സംഭവിച്ചു, ബാക്കി 97 വെറുതെ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വല്ല മാർഗമുണ്ടോന്ന് വെച്ചിട്ടാ വന്നത്, ഇപ്പൊ എനിക്ക് തിരിച്ചെടുക്കണം എന്നിട്ടാ വന്നത്. അപ്പൊ മൂപ്പര് പറഞ്ഞു, നീ ഫഖദ് ളലംത നഫ്സക, നീ അല്ലാഹു തആല നിനക്ക് ശരിക്ക് നിശ്ചയിച്ചു തന്ന ആ രൂപം അല്ലാത്തത് അവലംബിച്ചു.
അതുകൊണ്ട് നീ നിന്റെ ശരീരത്തെ ആക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ലാ അജിദു ലക മസാഗ, നിനക്ക് രക്ഷ ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് നിന്റെ ഭാര്യയെ മറ്റൊരാൾ നിക്കാഹ് കഴിക്കണം, എന്നിട്ട് തലാഖ് അവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തണം, എന്നിട്ട് തലാഖ് ചെല്ലണം, എങ്കിലേ നിനക്ക് അനുവദിക്കുകയുള്ളൂ എന്ന് ഇതുപോലെ ഇബ്നു അബ്ബാസ് തങ്ങൾ ഫത്വ കൊടുത്ത പല സംഭവങ്ങളും കാണാം. അതുപോലെ അയിമ്മത്ത് ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. ഒരൊറ്റ സൂചന മാത്രം ഞാനിപ്പോൾ പറയുകയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, വളരെ കൃത്യമായ ആ രൂപത്തിലാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ അതിക്രമം കാണിച്ചാൽ, ആ കൃത്യമായ വ്യവസ്ഥ ലംഘിച്ചാൽ ഫഖദ് ളലമ നഫ്സഹു, അവൻ അതിക്രമം കാണിക്കുന്നുണ്ട്, അവന്റെ ശരീരത്തോടാണ് അവൻ അക്രമം കാണിക്കുന്നത്, കാരണം അതിന്റെ ബുദ്ധിമുട്ട് അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കപ്പെടുന്ന മഹാന്മാരായ അയിമ്മത്തുൽ അർബഅയും അതിന്റെ മുമ്പുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അധിക പേരും ഈ വിഷയത്തിൽ 3 തലാഖ് ഒരുമിച്ച് ചെല്ലിയാൽ അത് സംഭവിക്കുമെന്ന വളരെ കൃത്യമായ ഒരു തീരുമാനമാണ് പണ്ഡിത ലോകത്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളതും. ആ രൂപത്തിലാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്, അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് കൈകാര്യം ചെയ്തത്, അങ്ങനെയാണ് മറ്റു പല സ്വഹാബത്തും കൈകാര്യം ചെയ്തത്. പിന്നീട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് പലരും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഫത്വ നേരെ മറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ ഉദ്ദേശം നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ പറയുന്ന അർത്ഥമാണെങ്കിൽ ആ രൂപത്തിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പിന്നീട് ഫത്വ കൊടുക്കുകയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആദ്യ കാലഘട്ടത്തിലും 3 തലാഖ് ചെല്ലിയാൽ ഒന്നേ സംഭവിക്കാറുള്ളൂ എന്ന് ഒരു ഹദീസ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു. അത് മുസ്ലിമിലുള്ള ഹദീസാണ്. ഇങ്ങനെ അതിന് വ്യാഖ്യാനം നൽകപ്പെടുന്നു ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യൻ താവൂസ് എന്നവർ ഇബ്നു അബ്ബാസിനെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇബ്നു അബ്ബാസ് തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് നിങ്ങൾ പറയുന്ന അർത്ഥമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ 3 തലാഖ് ചെല്ലിയ ആളോട് 100 തലാഖ് ചെല്ലിയ ആളോട് 3 സംഭവിച്ചു എന്ന് ഫത്വ കൊടുത്തു? എങ്കിൽ റസൂലുള്ളാഹിയെയും സിദ്ദീഖിനെയും ഉമറുൽ ഖത്താബ് തങ്ങളെയും അംഗീകരിക്കാത്ത ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പിന്നെ എങ്ങനെ തെളിവാകുന്നു? ഇബ്നു അബ്ബാസിന്റെ ഫത്വ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ആ ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പിന്നെ എങ്ങനെ ദീനിൽ തെളിവാകുന്നത്? അതുകൊണ്ട് അവരെന്ത് ഫത്വ കൊടുത്തു, അവരെന്തൊക്കെയാണ് അതിന് വ്യാഖ്യാനം നൽകിയത് എന്ന് പരിശോധിച്ചിട്ട് വേണം ആ ഹദീസിന് വ്യാഖ്യാനം നൽകാൻ. അല്ലാതെ വ്യാഖ്യാനം നൽകാൻ സാധ്യമല്ല എന്ന് മാത്രമേ ആ വിഷയത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇന്നത്തെ സലഫികൾ പലരും അങ്ങനെ ഫത്വ കൊടുക്കുന്നുണ്ടെങ്കിലും സഊദി പണ്ഡിത സഭ 1937 ഇതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തുകയും 3 തലാഖ് ഒരുമിച്ച് ചെല്ലിയാൽ 3 തലാഖ് തന്നെ സംഭവിക്കുമെന്ന് വളരെ കൃത്യമായി തീരുമാനിക്കുകയും ചെയ്തത് മജല്ലത്തുൽ ബുഹൂസുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സഊദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാസികയിൽ ആ ചർച്ച വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അതാണ് പണ്ഡിത ലോകത്തിന്റെ തീരുമാനം. ഇതാണ് ശരീഅത്ത്. ഈ ശരീഅത്താണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹുവിന്റെ ദീനിന് സേവനം ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു പഠനം സുന്നി സെന്റർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് പറ്റുന്ന സമയം കണ്ടുകൊണ്ട് അവരറിയിക്കും. ആ സന്ദർഭത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കൈകാര്യം ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.